തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി കുടുംബം. വെളനാട് ശശി ഉൾപ്പെടെ ബാങ്കിലെ ചില ജീവനക്കാർ നടത്തിയ ഗൂഢാലോചനയാണ് മോഹനന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ആരോപണം. മുണ്ടേല സഹകരണ ബാങ്ക് തകരുമെന്ന വ്യാജ പ്രചരണം നടത്തി നിക്ഷേപകരുടെ പണം പിൻവലിപ്പിക്കാൻ ശ്രമിച്ചതിന് പിന്നിലും ഗൂഢാലോചന നടന്നതായി വ്യക്തമാക്കുന്ന ആത്മഹത്യാ കുറിപ്പും കുടുംബം പുറത്തുവിട്ടിരിക്കുന്നു. പ്രശാന്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം ജനം TV അവിടേക്ക് എത്തിയപ്പോൾ മോഹനന്റെ മക്കൾ കൃപയും കൃഷ്ണയും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കാരണം വെളനാട് ശശി CPM-ലേക്ക് മാറിയപ്പോൾ അച്ഛനെയും അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. എന്നാൽ അച്ഛൻ അതിന് തയ്യാറായില്ല. അന്ന് മുതൽ തുടങ്ങിയ ഒരു വൈരാഗ്യമാണ് വെളനാട് ശശിക്ക് തങ്ങളുടെ അച്ഛനോട് ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, വ്യാജ ക്രമക്കേട് കാണിച്ച് അച്ഛനെ കുറ്റാരോപിതനാക്കുന്ന ഒരു സ്വഭാവം എപ്പോഴും വെളനാട് ശശിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആരോപണമാണ് കുടുംബം പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഗുരുതരമായ ആരോപണങ്ങളാണ് CPM നേതാവായ വെളനാട് ശശിക്കെതിരെ മുണ്ടേല മോഹനന്റെ കുടുംബം ആരോപിക്കുന്നത്. മരണത്തിന് കാരണം ഈ വെളനാട് ശശി തന്നെയാണെന്നാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല, ഈ മോഹനന്റെ ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിരുന്നു. ആത്മഹത്യാക്കുറിപ്പിലും ഇക്കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത്. അതായത് ഈ ആത്മഹത്യ നടന്നതിന് ശേഷവും ഈ വെളനാട് ശശിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ മറ്റ് അന്വേഷണത്തിനോ അല്ലെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടോ ചോദ്യം ചെയ്യലിനോ ഒന്നും വെളനാട് ശശിയെ പോലീസ് വിളിക്കുന്നില്ല. മാത്രമല്ല, ഈ കുടുംബം ഈ ആരോപണം ഉന്നയിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ കുടുംബത്തെ ഏറ്റവും കൂടുതൽ വിഷമിക്കുകയും അതുപോലെ തന്നെ കുടുംബം ഇത്തരത്തിലൊരു ആരോപണവുമായി പറയുകയും ചെയ്തത്. അതായത് ഈ മുണ്ടേല സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടാക്കുകയും, അതായത് ഈ കോൺഗ്രസ് നേതാവായിരുന്ന വെളനാട് ശശി പിന്നീടാണ് CPM-ലേക്ക് പോകുന്നത്. CPM-ലേക്ക് അംഗത്വം എടുത്തതിനു ശേഷം ഈ മുണ്ടേല മോഹനെ പലതവണ കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു. തന്നോടൊപ്പം കൂടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അതിന് മോഹനൻ കൂട്ടാക്കിയില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് പലതവണ മാനസികമായിട്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പല സമീപനങ്ങളും ഈ വെളനാട് ശശിയുടെ ഭാഗത്തുണ്ടായി എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. തുടർന്നാണ് ഈ സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ബാങ്ക് തകരാൻ പോകുന്നു എന്നൊരു വ്യാജ പ്രചരണം ഈ വെളനാട് ശശിയുടെ നേതൃത്വത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. അതായത് അവിടുത്തെ ഈ ബാങ്കിലെ നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ബാങ്ക് തകരാൻ പോകുന്നു, നിക്ഷേപങ്ങൾ പെട്ടെന്ന് പിൻവലിക്കണം എന്നടക്കമുള്ള കാരണങ്ങൾ പറയുകയും അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തുകയൊക്കെ ചെയ്തു. ഇതിലെല്ലാം മാത്രമല്ല, അതിനോടൊപ്പം തന്നെയാണ് ഈ ക്രമക്കേട് ആരോപണങ്ങൾ അടക്കം ഈ വെളനാട് ശശിയുടെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂടിയൊക്കെ മാനസിക വിഷമത്തെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. കാരണം പല സമയത്തും പിടിച്ചു നിൽക്കാൻ നിന്നെങ്കിൽ പോലും പിന്നീട് ആത്മഹത്യയിലേക്ക് ചെന്നെത്തുകയാണ്. ആത്മഹത്യക്കുറിപ്പിലും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കുടുംബം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോഴും അല്ലെങ്കിൽ ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തെങ്കിൽ പോലും പിന്നീട് അതിലെ പ്രാഥമിക നടപടിയായിട്ട് പോലും ഈ വെളനാട് ശശിക്കെതിരെ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് കുടുംബത്തെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം വെളനാട് ശശിക്കെതിരെ വേണമെന്നും ഇതൊരു കാര്യം എന്തായാലും കുടുംബം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി നൽകാനൊരുങ്ങുകയാണ് കുടുംബം. ഇതിലൊരു അന്വേഷണം വേണം. ഈ കുറ്റക്കാരനായ വെളനാട് ശശിക്കെതിരെ നിയമ നടപടികളടക്കം സ്വീകരിക്കണമെന്നൊരു ആവശ്യവും കുടുംബം പറയുന്നുണ്ട്. ദേവിക, അതെ, അങ്ങനെ തന്നെയാണ് പ്രശാന്ത് സൂചിപ്പിക്കുന്നത്. കാരണം കൃത്യമായി ആത്മഹത്യാ കുറിപ്പുണ്ട്. വെളനാട് ശശിക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനസികമായി പീഡിപ്പിച്ചു അല്ലെങ്കിൽ മാനസികമായി ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായി എന്ന് കൃത്യമായ ആത്മഹത്യാ കുറിപ്പുണ്ടായിട്ട് പോലും മാത്രവുമല്ല, വെളനാട് ശശിയുടെ ഗുണ്ടായിസം കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മൾ വാർത്തയായി നൽകിയതാണ്. കാരണം ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും തല്ലി വേദനിപ്പിക്കുന്ന വീഡിയോ അടക്കം കണ്ടതാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. നമ്മൾ കണ്ടതാണ് കണ്ണൂരിൽ ADM-ന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സമാനമായ നിലയിൽ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പോലീസ് അക്കാര്യത്തിൽ അന്വേഷണത്തിലൊക്കെ വളരെ അമാന്തം കാണിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ വെളനാട് ശശിക്കെതിരെ പരാമർശം ഉണ്ടായിട്ടും കേസെടുക്കുന്നില്ല എന്നാണ് കുടുംബത്തിൻ്റെ ആക്ഷേപം.